ഏകദേശം 2 മാസം മുമ്പ് ശ്രീ നിവിൻ പോളി DGPക്ക് പരാതി കൊടുത്തിരുന്നു. നിങ്ങളെല്ലാം ശ്രദ്ധിച്ചു കാണും. അദ്ദേഹത്തിനെതിരെ വ്യാജ പരാതി വരുന്നു, അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചനയുണ്ട്, അദ്ദേഹത്തിനെതിരെ ഫേക്ക് കംപ്ലൈന്റ് ആണ്. പോലീസുകാർ ശ്രീ നിവിൻ പോളിയെ ആദ്യം നിവിൻ പോളിക്കെതിരെ കംപ്ലൈന്റ് വന്നപ്പോൾ നിവിൻ പോളി ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു, റേപ്പ് ചെയ്തു, എന്നിട്ട് വലിയ കഥകളൊക്കെ ഉണ്ടാക്കി മൊബൈൽ ഫോണിൽ എടുത്തു എന്നൊക്കെ പറഞ്ഞു. അവസാനം നിവിൻ പോളി കേരളത്തിലായിരുന്നു. ദുബായിൽ വെച്ച് നടന്നു എന്ന് പറയുന്ന സമയത്ത് നിവിൻ പോളി കേരളത്തിലായിരുന്നു. നമ്മുടെ ഏതെങ്കിലും മാധ്യമങ്ങൾ ചർച്ചയുടെ ഭാഗമായിട്ട് ചുമ്മാ ചോദിക്കുന്നതിന്റെ ഭാഗമായിട്ടെങ്കിലും നിവിൻ പോളിയുടെ പരാതിയിൽ ആ വ്യക്തിക്കെതിരെ FIR ഇട്ടോ എന്ന് ചോദിച്ചു. നിവിൻ പോളി പരാതി കൊടുത്തല്ലോ. നിവിൻ പോളി പരാതി കൊടുത്തു, DGPക്കെതിരെ പരാതി കൊടുത്തു. ആ പെൺകുട്ടിക്കെതിരെ എന്താ FIR നടത്തുന്നത്? ആ പെൺകുട്ടിക്കെതിരെ എന്താ കംപ്ലൈന്റോ കാര്യങ്ങളോ വരാത്തത്? ഒരു മാധ്യമങ്ങളും ചോദിക്കാത്ത എന്താ? ഇപ്പോഴും രസം എന്താ അറിയാമോ? നിവിൻ പോളിക്ക് മാത്രമേ ക്ലീൻ ചിറ്റ് കിട്ടിയിട്ടുള്ളൂ. ഇവര് കൊടുത്ത ബാക്കി 7 പേര് കഷ്ടകാലത്തിന് അവർ ആ സമയത്ത് ദുബായിലായിരുന്നു. അതുകൊണ്ട് അവരിപ്പോഴും അന്വേഷണത്തിന്റെ പരിധിയില്ല. ഈ അന്വേഷണം ഒരിക്കലും തീരില്ല, അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുക.